ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം സപ്തമസ്കന്ധം ഏകാദശോധ്യായഃ. 11ാമത്തെ അധ്യായത്തിൽ സനാതനധർമ്മ നിരൂപണമാണ്. എപ്പോഴും കേൾക്കുന്ന വാക്കാണ് സനാതനധർമ്മം. ധർമ്മം എന്നാൽ വേദവിഹിതമായ കർമ്മമാർഗം. വേദത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന കർമ്മമാർഗമാണ് ധർമ്മം. അപ്പോൾ ഇനി 5 അധ്യായങ്ങൾ കൊണ്ട് ഈ കർമ്മയോഗത്തെ, കർമ്മമാർഗത്തിലൂടെ കർമ്മയോഗത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളും കൂടെയാണ് പ്രതിപാദിക്കുന്നത്. ശ്രീശുക ഉവാച. 1ാമത്തെ ശ്ലോകം. ശ്രുത്വാ ഈഹിതം സാധു സഭാ സഭാജിതം മഹത്തമ അഗ്രണ്യ ഉരുക്രമാത്മനഃ യുധിഷ്ഠിരഃ ദൈത്യപതേഃ മുദായുതഃ പപ്രച്ഛ ഭൂയഃ തനയം സ്വയംഭുവഃ. മഹത്തമ അഗ്രണ്യഃ, മഹാന്മാരിലും മഹാന്മാരായവരിൽ അഗ്രഗണ്യൻ. കാരണം ഉരുക്രമ ആത്മനഃ, ശ്രീനാരായണനിൽ ആത്മാർപ്പണം ചെയ്തതുകൊണ്ട്. അങ്ങനെയുള്ള ദൈത്യപതേഃ, പ്രഹ്ലാദന്റെ സാധു സഭാ സഭാജിതൻ, ആ സജ്ജന സദസ്സിൽ അവിടെ നടന്ന ഈഹിതം ചരിതത്തെ, പ്രഹ്ലാദ ചരിതം, നരസിംഹാവതാരം, ഇങ്ങനെയുള്ള ആ ചരിതത്തെ ശ്രുത്വ, ശ്രവിച്ച്, മുദായുതഃ, സന്തോഷത്തോടു കൂടിയവനായി ഭവിച്ച യുധിഷ്ഠിരഃ, സ്വയംഭുവഃ തനയം, ബ്രഹ്മദേവന്റെ മകനായ നാരദമുനിയോട് ഭൂയഃ പപ്രച്ഛ, വീണ്ടും ചോദിച്ചു. അപ്പോൾ നാരദ മഹർഷി യുധിഷ്ഠിരനോട് ചോദിച്ചിരുന്നു, ഇനി എന്താണ് അറിയേണ്ടത്, ചോദിച്ചുകൊള്ളൂ എന്ന്. അങ്ങനെ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നത്. യുധിഷ്ഠിര ഉവാച. 2ാമത്തെ ശ്ലോകം. ഭഗവൻ ശ്രോതും ഇച്ഛാമി നൃണാം ധർമ്മം സനാതനം വർണ്ണാശ്രമ ആചാരയുതം യത് പുമാൻ വിന്ദത്തെ പരം. ഹേ ഭഗവൻ, വർണ്ണ ആശ്രമ ആചാരയുതം, വർണ്ണാശ്രമങ്ങളുടെ ആചാരമുറകളോടുകൂടി നൃണാം, മനുഷ്യർക്ക് പൊതുവിൽ സനാതനം ധർമ്മം, പരമ്പരാഗതമായിട്ടുള്ള വേദ ഉക്ത കർമ്മ മാർഗത്തെക്കുറിച്ച് ശ്രോതും, കേട്ട് ധരിക്കുവാൻ ഞാൻ ഇച്ഛാമി, ആഗ്രഹിക്കുന്നു. യേന, ഈ ഒരു മാർഗത്തിലൂടെ പുമാൻ, മനുഷ്യൻ, പരം വിന്ദതേ, അതിലും മുകളിലുള്ള, അതായത് കർമ്മമാർഗത്തിലൂടെ പോയിട്ട് കർമ്മയോഗത്തിലേക്ക് എത്തുക, അങ്ങനെ ഭക്തിജ്ഞാനങ്ങളുടെ മാർഗത്തിലേക്ക് വിന്ദതേ, എത്തുന്നതാണല്ലോ. അപ്പോൾ പൊതുവായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമായിട്ടുള്ള സനാതനധർമ്മത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇനി ഇത് പറഞ്ഞു തരാനുള്ള നാരദ മഹർഷിയുടെ യോഗ്യതയെക്കുറിച്ച് യുധിഷ്ഠിരൻ അങ്ങോട്ട് പറയുകയാണ്. 3ാമത്തെ ശ്ലോകം. ഭവാൻ പ്രജാപതേഃ സാക്ഷാത് ആത്മജഃ പരമേഷ്ഠിനഃ സുതാനാം സമ്മതോ ബ്രഹ്മൻ തപോയോഗ സമാധിഭിഃ. ഹേ ബ്രഹ്മൻ, ഭവാൻ, അവിടുന്ന് പ്രജാപതേഃ പരമേഷ്ഠിനഃ, പ്രജാസൃഷ്ടിയുടെ നായകനായ ബ്രഹ്മദേവന്റെ സാക്ഷാത് ആത്മജഃ, നേരെയുള്ള മകനാണല്ലോ. അങ്ങേക്ക് തപോയോഗ സമാധിഭിഃ, തപസ്, യോഗവിദ്യ, അധ്യാത്മധ്യാനം എന്നിവയാൽ സുതാനാം സമ്മതഃ, ബ്രഹ്മാവിന്റെ മറ്റു പുത്രന്മാർക്കിടയിൽ അങ്ങ് ബഹുമതനാണ്, ബഹുമാന്യനാണ്. മാത്രമല്ല, നാരദ മഹർഷിയുടെ ഒരു അധികമുള്ള ഗുണം എന്ന് പറയുന്നത് അദ്ദേഹം ഭഗവാനിൽ മനസ്സുറപ്പിച്ചു വെച്ച ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് കൂടുതലൊരു ശ്രേഷ്ഠതയുണ്ട്. അത് അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അതാണ് 4ാമത്തെ ശ്ലോകം.
നാരായണപരാഹ വിപ്രാഹ ധർമ്മം ഗുഹ്യം പരം വിദുഹു കരുണാഹ സാധവഃ ശാന്താഹ ത്വദ്വിധാഹ ന തഥാ അപരേ. ത്വദ്വിധാഹ അങ്ങയെപ്പോലെ കരുണാഹ കാരുണികന്മാരും, സാധവഃ സുചരിതന്മാരും, ശാന്താഹ ശാന്തന്മാരും, നാരായണപരാഹ ഭഗവാൻ ശ്രീനാരായണനെ സർവാത്മന ഉപാസിക്കുന്നവരുമായ വിപ്രാഹ വേദജ്ഞന്മാർ, ഗുഹ്യം പരം ധർമ്മം ഗൂഢവും ശ്രേഷ്ഠവുമായ ധർമ്മത്തെ നന്നായി വിദുഹു അറിയുന്നവരാണ്. എന്നാൽ മറ്റുള്ളവർ തഥാ അപരേന അപ്രകാരം അത്ര പോലും മറ്റുള്ളവർ അറിയുന്നില്ല. അതുകൊണ്ട് ഇത് പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യൻ അങ്ങാണ്. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടത് നരനാരായണന്മാരിലെ നാരായണ ഋഷിയിൽ നിന്നാണ്. അപ്പോൾ ആ നാരായണ ഋഷിയെ നമസ്കരിച്ചുകൊണ്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. നാരദ ഉവാച, 5-ാമത്തെ ശ്ലോകം. നത്വാ ഭഗവതേ അജായ ലോകാനാം ധർമ്മഹേതവേ പക്ഷേ സനാതനം ധർമ്മം നാരായണ മുഖാത് ശ്രുതം. ലോകാനാം ധർമ്മഹേതവേ ലോകവാസികളുടെ ധാർമ്മിക ബോധത്തിന് ഹേതുഭൂതനും അജായ ജന്മാതിരഹിതനും ആയ നാരായണ മുനിക്കായിക്കൊണ്ട് നത്വാ നമസ്കരിച്ചിട്ട്, നമസ്കാരം ചെയ്തിട്ട്, ആ നാരായണ മുഖാത് നാരായണ മുനിയുടെ തിരുമുഖത്തിൽ നിന്നും ശ്രുതം ഞാൻ കേട്ട് ധരിച്ച സനാതനം ധർമ്മം സനാതനമായ ധർമ്മത്തെ വക്ഷ്യേ ഞാൻ ചൊല്ലിത്തരാം. സനാതനം എന്ന് പറയാൻ കാരണം ഇതൊരു ചര്യയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കേണ്ട ചര്യയാണ്. അതിന് അന്നും ഇന്നും വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. നമ്മുടെ ജീവിത സാഹചര്യം മാറുന്നതിനനുസരിച്ച്, സാമൂഹ്യമായ ചുറ്റുപാട് മാറുന്നതിനനുസരിച്ച് ചില കാര്യങ്ങളിൽ മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അപ്പോഴും അടിസ്ഥാനപരമായ ധർമ്മം അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ് എന്നതുകൊണ്ടാണ് ഇതിനെ സനാതനമായ ധർമ്മം എന്ന് പറയുന്നത്. ഇനി ഇത് പറഞ്ഞു തരാൻ നാരായണമൂർത്തിക്കുള്ള ആ യോഗ്യത എന്തായിരുന്നു? കാരണം ജനിച്ചത് സാക്ഷാൽ ധർമ്മദേവനിൽ നിന്നാണ്. 6-ാമത്തെ ശ്ലോകം. യഹ അവതീര്യ ആത്മനോ അംശേന ദാക്ഷായണ്യാം തു ധർമ്മതഃ ലോകാനാം സ്വസ്ഥയേ അധ്യാസ്തേ തപോ ബദരികാശ്രമേ. യഹ തു ഈ നാരായണ മുനിയാകട്ടെ ധർമ്മതഃ ധർമ്മദേവനിൽ നിന്ന് ദാക്ഷായണ്യാം ദക്ഷപുത്രിയായ മൂർത്തിദേവിയിൽ ആത്മനഃ അംശേന തൻ്റെ അംശം തന്നെയായ നരനോടുകൂടെ അവതീര്യ അവതരിച്ച് ലോകാനാം സ്വസ്ഥയെ ലോകങ്ങളുടെ യോഗക്ഷേമാർത്ഥം ബദരികാശ്രമേ ബദരിയാശ്രമത്തിൽ തപഃ അധ്യാസ്തേ ഇപ്പോഴും തപോനിഷ്ഠയിൽ ഇരുന്നരുളുന്നു. എനിക്കിത് ഉപദേശിച്ചു തന്ന നാരായണ ഋഷി സാക്ഷാത് ധർമ്മദേവനിൽ നിന്ന് ജനിച്ച ആളാണ്. ഒപ്പം നരനും കൂടെ ഇരട്ട സഹോദരനായി നരനും ഉണ്ടായിരുന്നു. ആ നാരായണ ഋഷി ഇപ്പോഴും ബദരികാശ്രമത്തിൽ തപോനിഷ്ഠയിലാണ് എന്ന് നാരദ മഹർഷി പറയുന്നു. 7-ാമത്തെ ശ്ലോകം. ധർമ്മമൂലം ഹി ഭഗവാൻ സർവവേദമയോ ഹരിഹി സ്മൃതം ച തദുവിദാം രാജൻ യേന ച ആത്മാ പ്രസീദതി. ഹേ രാജാവേ, ധർമ്മമൂലം ധർമ്മത്തിന്റെ അടിസ്ഥാനം അഥവാ പ്രമാണം സർവവേദമയ ഭഗവാൻ ഹരിഹി ഹി എല്ലാ വേദങ്ങളുടെയും സ്വരൂപമായ ഭഗവാൻ ശ്രീഹരി തന്നെയാണ്. അതായത് ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ് ഏറ്റവും പരമമായ ധർമ്മം. തതുവിധാം ആ വേദങ്ങളുടെ തത്വം ഗ്രഹിച്ച ഋഷിമാരുടെ സ്മൃതം ച സ്മൃതിയും ഇതിന് പ്രമാണമാണ്. കാരണം ഈ ഒരു യേനച്ച യാതൊരു ധർമ്മ ആചരണാൽ തന്നെ ആത്മാ പ്രസീദതി നമ്മുടെ അന്തഃകരണം പ്രസന്നമായി തീരുന്നു. ഈ ലോകത്തെല്ലാവരും ജീവിക്കുന്നത് സന്തോഷിക്കാനാണ്. ആ സന്തോഷം നമുക്ക് കിട്ടാത്തത് മനസ്സിന് പ്രസന്നത ഇല്ലാത്തത് കൊണ്ടാണ്. ആ പ്രസന്നതയ്ക്ക് ആദ്യം വേണ്ടത് ഭഗവാനിൽ മനസ്സുറപ്പിക്കുക എന്നതാണ്.
അതുകൊണ്ട് അത് തന്നെയാണ് പരമമായ ധർമ്മം. എങ്കിലും സാമാന്യമായി ഏതൊരാളും ഈ ലോകത്ത് അനുഷ്ഠിക്കേണ്ട സനാതനധർമ്മം എന്താണെന്ന് 8 മുതൽ 12 വരെ ശ്ലോകത്തിൽ ഒരുമിച്ച് പറയുന്നു. ഇതിലുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും യമ നിയമാദികളിൽ ഉള്ളത്. സത്യം, ദയ, തപ, ശൗചം, തിദിക്ഷ, ഈക്ഷ, ശമോ, ദമഃ, അഹിംസ, ബ്രഹ്മചര്യം ച ത്യാഗഃ, സ്വാധ്യായ, ആർജവം, സന്തോഷ, സമദൃക് സേവ, ഗ്രാമ്യ, ഈഹാ ഉപരമഃ, ശനൈഃ, നൃണാം വിപര്യയ, ഈഹാ, ഈക്ഷ, മൗനം, ആത്മവിമർശനം, അന്നാദി ആദേഹേ സംവിഭാഗഃ, ഭൂതേഭ്യഃ ച യഥാർഹതഃ, തേഷു ആത്മദേവതാ ബുദ്ധിഃ, സുതരാം നൃഷു പാണ്ഡവ, ശ്രവണം കീർത്തനം ച അസ്യ സ്മരണം മഹതാം ഗതേഃ, സേവ യുജ്യ അവനതിഃ, ദാസ്യം സഖ്യം ആത്മസമർപ്പണം, നൃണാം അയം പരോ ധർമ്മഃ സർവേഷാം സമുദാഹൃതഃ, 30 ലക്ഷണവാൻ രാജൻ സർവാത്മാ യേന തുഷ്യത്തെ. സത്യം മാത്രം പറയുന്നത്, ജീവിതവ്രതമാക്കുന്നത് ഒന്നാമത്തെ ധർമ്മമാണ്. ദയ, എല്ലാവരിലും ഒരു ദീനാനുകമ്പ. അതുപോലെ തപഃ, നമ്മുടെ ജീവിതത്തിന് എപ്പോഴും ഒരു ചിട്ട വേണം. അതിൻ്റെ ഭാഗമായിട്ട് ആ ചിട്ട തന്നെ ഒരു വ്രതമായിട്ട് എടുക്കുക, അതാണ് തപഃ. ശൗചം, മനഃശുദ്ധി, ശരീരശുദ്ധി. തിദിക്ഷ, ജീവിതത്തിൽ എപ്പോഴും സുഖം മാത്രം വരും എന്ന് ചിന്തിക്കാതെ ചില സമയത്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അതും സഹിക്കാനുള്ള ആ സഹനശീലം അത് വേണം. അത് ഒരു ധർമ്മമാണ്, തിദിക്ഷ. അതുപോലെ ഈക്ഷ, ഇവിടെ ശരിയേത് തെറ്റേത് എന്ന ആ ഒരു വിവേക ബുദ്ധി ഉണ്ടാവുക. ശമഃ, മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുക. ദമഃ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. അതായത് ഭക്ഷണം, നമ്മുടെ ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. ഇതിലൊന്നാണ് ഭക്ഷണ നിയന്ത്രണം. വിശപ്പ് മാറാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക, വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം ഭക്ഷണം കഴിക്കുക. ഇങ്ങനെ ഏത് ഇന്ദ്രിയത്തിനും ആവശ്യമുള്ളത് മാത്രം ചെയ്യുക. മിതമായിട്ട് ഉറങ്ങുക, മിതമായിട്ട് വിശ്രമിക്കുക, മിതമായിട്ട് വ്യായാമം ചെയ്യുക. ഇങ്ങനെയെല്ലാം ഒരു നിയന്ത്രണത്തിൽ വെക്കുക, അതാണ് ദമഃ. അഹിംസ, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക. ബ്രഹ്മചര്യം, നമ്മുടെ ഇന്ദ്രിയ നിഗ്രഹം തന്നെയാണ് ഒരു തരത്തിൽ ബ്രഹ്മചര്യം. ത്യാഗഃ, ത്യാഗം ചെയ്യാതെ ഇവിടെ ഒന്നും ലഭിക്കുകയില്ല. അപ്പോൾ നമുക്ക് വേണ്ടാത്തത് കൊടുക്കുക എന്നതല്ല, നമുക്ക് വേണ്ടുന്നതായാലും ഇഷ്ടത്തോടെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് അത് ത്യാഗം ആകുന്നത്. അതുപോലെ തന്നെ കുടുംബ ബന്ധം ഒക്കെ ആകുമ്പോൾ ചില ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അതെല്ലാം ഒരു ഗൃഹസ്ഥനാകുമ്പോഴും ചില സുഖങ്ങൾ ത്യജിച്ചേ ആ ആൾക്ക് നല്ലൊരു ഗൃഹസ്ഥനാകാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കെല്ലാ സുഖവും വേണം എന്നിട്ട് സൗകര്യമുണ്ടെങ്കിൽ ഞാനൊരു ഗൃഹസ്ഥനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യാം എന്നല്ല. അത് ഗൃഹസ്ഥനാണെങ്കിലും ഗൃഹസ്ഥയാണെങ്കിലും ചില കാര്യങ്ങൾ അവനവന്റെ ചില ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. കുടുംബത്തിന് വേണ്ടി ചില ത്യാഗമൊക്കെ ചെയ്യേണ്ടി വരും. ഇതാണ് ത്യാഗം എന്ന ആ ധർമ്മം. സ്വാധ്യായം, എല്ലാ ദിവസവും കുറച്ച് സമയം ജപത്തിനായിട്ട്, അതുപോലെ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കാനായിട്ട്, മനനം ചെയ്യാനായിട്ട് മാറ്റിവെക്കണം. അതൊരു ചിട്ടയായിട്ട് കൊണ്ടുപോകണം. അതുപോലെ ആർജവം, മനസ്സിലൊന്ന് വെച്ച് പുറമേക്ക് മറ്റൊന്ന് പ്രകടിപ്പിക്കാതെ മനസ്സിലുള്ളത് തന്നെ പുറത്ത് പ്രകടിപ്പിക്കുക. അത് നീരസമാണെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കുക. ദേഷ്യം വന്നാൽ അത് അടക്കിപ്പിടിച്ച് പുറമേ ചിരിക്കരുത്. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെട്ടിട്ട് പിന്നെ അവരോട് കാര്യം പറഞ്ഞ് ക്ഷമ ചോദിക്കുകയും ചെയ്യാം. എന്ന് വെച്ച് ഇതൊരു ശീലമാക്കണം എന്നുമല്ല. അതായത് കഴിയുന്നതും മറ്റുള്ളവർ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറണം എന്ന് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവവും മാറ്റണം. അതിൻ്റെ കൂടെ
എങ്ങാനും ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിക്കണം. അല്ലാതെ ഉള്ളിൽ ദേഷ്യം വെച്ച് പുറമേക്ക് ചിരിച്ച് സംസാരിക്കരുത്. അപ്പോൾ ആ ഒരു ഋജു സ്വഭാവം പരമമായ ധർമ്മമാണ്. പിന്നെ സന്തോഷം, നമുക്ക് ഉള്ളതിൽ സന്തോഷിക്കാൻ സാധിക്കണം. അല്ലാതെ എപ്പോഴും പരാതിയും പരിഭവവും മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കരുത്. ഓ ഇങ്ങനെയൊക്കെ പോകുന്നു എന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റണം. എനിക്ക് സുഖമാണ്, ഭഗവാന്റെ അനുഗ്രഹത്താൽ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, അങ്ങനെ ആവണം. സമദൃക് സേവ, സമദർശികളായ മഹാത്മാക്കളെ പരിചരിക്കാൻ കിട്ടുന്ന അവസരം ഇല്ലാതാക്കരുത്. അതായത് അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരിചരണം, ഒരു സേവ ചെയ്യുക. അതാണ് സമദൃക് സേവ. ശനൈഹി, സാവകാശത്തിൽ, ഗ്രാമ്യ ഈഹ ഉപരമഹ, അതായത് മനസ്സുകൊണ്ടെങ്കിലും ഈ ലൗകികമായ ജീവിതത്തിലുള്ള ഒരു വിരക്തി വരുത്താൻ ശ്രമിക്കുക. പിന്നെ ഈ ലോകത്തിൽ മനുഷ്യർക്ക് സംഭവിക്കുന്ന ഓരോ വസ്തുതകളെ കുറിച്ചും നമ്മൾ സ്വയം മനനം ചെയ്യണം. അതാണ് നൃണാം വിപര്യയ ഈഹ ഇച്ഛ, ആഗ്രഹത്തിന് വിപരീതമായ ഫലം ഉണ്ടാകുന്ന കർമ്മങ്ങളുടെ നിരീക്ഷണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ പ്രവൃത്തിക്ക് പുറകിലും അല്ലെങ്കിൽ ഓരോ ഫലത്തിന് പുറകിലും ഒരു കർമ്മമുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. പിന്നെ മൗനം ശീലിക്കുക, അനാവശ്യമായിട്ട് വർത്തമാനങ്ങളിൽ ഇടപെടാതിരിക്കുക, കഴിയുന്നത്ര സമയം അവനവൻ്റെതായ സാധനകളിലും പിന്നെ അവനവൻ്റെതായ ഉത്തരവാദിത്തങ്ങളിലും മുഴുകിയിട്ട് ജീവിതത്തെ ധന്യമാക്കുക. പരദൂഷണം പറച്ചിൽ, പിന്നെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് അതിലിങ്ങനെ പരിഭവം പറയുക, അതൊക്കെ നിർത്തുക. ആത്മവിമർശനം, അവനവന്റെ ആധ്യാത്മിക പുരോഗതിയെ വിലയിരുത്തുക, എന്നിട്ട് വേണ്ട തിരുത്തലുകൾ അവനവൻ തന്നെ വരുത്തുക. ഭൂതേഭ്യഃ യഥാ അർഹതഃ അന്നാദി ആദേഹേ സംവിഭാഗഃ, പ്രാണികൾക്ക് അവർ അർഹിക്കുന്ന വിധത്തിൽ അന്നഭക്ഷ്യാദികളുടെ വിതരണം. അതായത് നമ്മുടെ ചുറ്റും ഉള്ള എല്ലാ ജീവികൾക്കും എന്തെങ്കിലും ഒരു ഭക്ഷണം വെച്ചു കൊടുക്കാൻ സാധിക്കണം. കാക്കയ്ക്ക്, പൂച്ചയ്ക്ക്, പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ അടുത്തൊന്നും ജലാശയങ്ങളില്ല എന്നാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ പുറത്ത് വെച്ചു കൊടുക്കുക. ഇനി അല്ലാതെ മനുഷ്യരിൽ തന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക. തേഷു സുതരാം, അതിൽ തന്നെ വിശേഷിച്ച് നൃഷു, മനുഷ്യരിൽ ആത്മദേവതാ ബുദ്ധിഹീച്ച, താൻ ആരാധിക്കുന്ന ഒരു ഈശ്വരമൂർത്തി, ആ ഈശ്വരമൂർത്തി തന്നെയാണ് തൻ്റെ മുന്നിൽ വിശന്നു വരുന്നത് എന്ന ഭാവത്തിൽ ഓരോ മനുഷ്യനെയും കണ്ട് അവനെ ഊട്ടുക. ഇങ്ങനെ ഹേ രാജൻ, അല്ലയോ രാജാവേ, മഹതാം ഗതേഹേ അസ്യച, മഹാന്മാർക്ക് ആശ്രയഭൂതനായ ഭഗവാന്റെ ലീലാചരിതങ്ങളെ ശ്രവണം, കീർത്തനം, സ്മരണം, സേവ, ഇജ്യ, കേൾക്കുക, കീർത്തിക്കുക, ധ്യാനിക്കുക, സേവിക്കുക, പൂജിക്കുക, അവനതിഹി, നമസ്കരിക്കുക. ദാസ്യഭാവം, ഭഗവാന്റെ ഭൃത്യനാണ് ഞാൻ എന്ന രീതിയിൽ ഈ ലോകത്ത് പെരുമാറുക. അപ്പോൾ ആരെയെങ്കിലും സഹായിക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ സഹായിച്ചു എന്ന ഭാവത്തിന് പകരം ഭഗവാൻ എന്നിലൂടെ അവരെ സഹായിച്ചു എന്ന ഭാവത്തിൽ വേണം ആ ഒരു സഹായത്തെ കാണാൻ. അപ്പോൾ അഹങ്കാരം വരില്ല. ഇങ്ങനെയൊക്കെ ഭഗവാന്റെ ഒരു സുഹൃത്തായിട്ട് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക. പിന്നീട് ആത്മസമർപ്പണം, തന്നെയും തനിക്കുള്ളതിനെയും ഭഗവാനിൽ സമർപ്പിക്കുക. ഇങ്ങനെ 30 ലക്ഷണവാൻ, 30 പ്രകാരത്തിലുള്ള ആചരണം, സർവേഷാം നൃണാം, എല്ലാ മനുഷ്യർക്കും പൊതുവിലുള്ള പരഹധർമ്മഃ, പരമധർമ്മമാകുന്നു. ഇങ്ങനെ ചെയ്താൽ യേന സർവാത്മാ തുഷ്യതി, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സാമാന്യമായി മനുഷ്യധർമ്മങ്ങളെ പറഞ്ഞ ശേഷം ഓരോ വർണ്ണങ്ങൾക്ക്, അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാർ, ഇങ്ങനെയുള്ള ഓരോ വർണ്ണത്തിൽപ്പെട്ടവർക്കും പ്രത്യേകം പ്രത്യേകം ധർമ്മങ്ങളുണ്ട്.
അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ആരാണ് ദ്വിജന്മാർ എന്ന് ഒരു നിർവചനം പറയുകയാണ്. 13-ാമത്തെ ശ്ലോകം. സംസ്കാരാഹ യത് അവിച്ഛിന്നാഹ സഹ ദ്വിജഃ അജഃ ജഗാദ യം ഇജ്യ അധ്യയന ദാനാനി വിഹിതാനി ദ്വിജന്മനാം ജന്മകർമ്മ അവദാതാനാം ക്രിയാഃ ച ആശ്രമചോദിതാഃ. സംസ്കാരാഹ. നമ്മുടെ സനാതനധർമ്മത്തിൽ ഗർഭാധാനം മുതൽ 16 തരത്തിലുള്ള ഓരോരോ ചടങ്ങുകളുണ്ട്. അതായത് ഗർഭാധാനം, പിന്നീട് പുംസവനം, പിന്നെ സീമന്തം, ഇങ്ങനെ ഓരോരോ ചടങ്ങുകളുണ്ട്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലുണ്ട്. ഇങ്ങനെ 16 വിധത്തിലുള്ള വൈദിക സംസ്കാരങ്ങളെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ആ ബ്രഹ്മാവ് തന്നെ ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് അവിച്ഛിന്നാഹ, മുടക്കമില്ലാതെ യഥാകാലം നടക്കുന്നുവോ, അജഹ, ഇങ്ങനെ ബ്രഹ്മാവ് തന്നെ ആരെയാണോ യം ജഗാദ, ഇത്തരം കാര്യങ്ങൾക്ക് ഉചിതനായവൻ എന്ന് നിർണയിച്ചിരിക്കുന്നത്, സഹ ദ്വിജഃ, അവനാണ്, ആ ആളാണ് ദ്വിജൻ. ജന്മകർമ്മ അവദാതാനാം, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും വിശുദ്ധരായ ദ്വിജന്മനാം, ദ്വിജന്മാർക്ക് യിജ്യ അധ്യയന ദാനാനി, യാഗം, വേദ അധ്യയനം, ദാനം, ഇവ മൂന്നും വിഹിതാനി, വിധിക്കപ്പെട്ടവയാണ്. ആശ്രമചോദിതാഹ, ഇതിൽ തന്നെ ബ്രഹ്മചര്യാദി ആശ്രമങ്ങൾക്ക് വിശേഷിച്ച് പറയപ്പെട്ട ക്രിയാഹച, വേറെ ക്രിയകളും ഉണ്ട്. അതായത് ആശ്രമം രണ്ടും രണ്ടാണ്. വർണ്ണം എന്നാൽ ബ്രാഹ്മണ ക്ഷത്രിയാദി, ആശ്രമം ബ്രഹ്മചര്യം വാനപ്രസ്ഥം ഇങ്ങനെയുള്ളത്. ഇനി 4 വർണ്ണത്തിലുള്ളവർക്ക് വിധിക്കപ്പെട്ട ജീവിത വൃത്തി എന്താണെന്ന് പറയുകയാണ്. അടുത്ത ഏതാനും ശ്ലോകങ്ങളിലൂടെയാണ് ഇത് പറയുന്നത്. 14-ാമത്തെ ശ്ലോകം. വിപ്രസ്യ അധ്യയനാദീനി ഷഡ് അന്യസ്യ അപ്രതിഗ്രഹഃ രാജ്ഞഃ വൃത്തിഃ പ്രജാഗോപ്തുഃ അവിപ്രാത് വാ കരാദിഭിഃ. ഒരു ബ്രാഹ്മണൻ ജീവിത വൃത്തി കണ്ടെത്തേണ്ടത് എങ്ങനെയൊക്കെയാണ്? 1, സ്വയം അധ്യയനം ചെയ്യുക, വേദാധ്യയനം. അങ്ങനെ അധ്യയനം ചെയ്തിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുക. അപ്പോൾ ആ രീതിയിലുള്ള ദക്ഷിണയാണ് ഈ ബ്രാഹ്മണന്റെ ജീവനോപായം. അപ്പോൾ അറിവുള്ളവർ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ അതിന് ദക്ഷിണ കൊടുക്കേണ്ടതാണ്. കാരണം അത് അവരുടെ ജീവിത വൃത്തിയാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള ബ്രാഹ്മണർക്ക് മറ്റ് ജോലികൾക്ക് പോകേണ്ടി വരാതിരുന്നത്. കാരണം പഠിക്കാൻ ക്ഷത്രിയന്മാരായിട്ടുള്ള ആളുകളുണ്ടാകും, വൈശ്യന്മാരുണ്ടാകും. അവരൊക്കെ ഇവരെ വേണ്ട വിധത്തിൽ നോക്കും. അതായത് ദക്ഷിണ കൊടുത്തിട്ടും അല്ലാതെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഈ ക്ഷത്രിയന്മാരും വൈശ്യന്മാരുമാണ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണന്മാർ എപ്പോഴും പഠനങ്ങളിൽ മുഴുകും. അങ്ങനെ അവർ പരമാവധി അറിവ് സമ്പാദിക്കുകയും അങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ട് അങ്ങനെ കിട്ടുന്ന ദക്ഷിണ കൊണ്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ബ്രാഹ്മണന് വേദ അധ്യയനം മുതലായ 6 കർമ്മങ്ങളാണ് വിധിക്കപ്പെട്ടിട്ടുള്ളത്. യാഗം ചെയ്യിക്കുക, പിന്നെ ഇതുപോലെ ദാനം വാങ്ങാമെന്നാണ്. ബ്രാഹ്മണൻ അത് നിഷിദ്ധമല്ല. ദാനം ഇങ്ങോട്ടേക്ക് വാങ്ങിക്കാം. അതിലൂടെയാണ് അവരുടെ ജീവനോപായം ഈശ്വരൻ തന്നെ നിർണയിച്ചിട്ടുള്ളത്. അതേസമയം അന്യസ്യ, ബ്രാഹ്മണ ഇതരനായ ഒരു ക്ഷത്രിയന് ദാനം വാങ്ങിക്കുവാൻ അധികാരമില്ല. അപ്രതിഗ്രഹഃ, അയാളുടെ ജീവന ഉപായം എന്നത് പ്രജാഗോപ്തുഹു, പ്രജാപാലകനായി രാജ്ഞഃ വൃത്തിഃ, രാജാവായിരിക്കുന്ന ക്ഷത്രിയന്റെ ജീവിത വൃത്തി. അപ്പോഴും ബ്രാഹ്മണനിൽ നിന്ന് കരം പിടിക്കരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവിപ്രാത്, ബ്രാഹ്മണർ അല്ലാത്തവരിൽ നിന്നുള്ള കരാദിഭിഹിവ, നികുതി പിരിവ് മുതലായത് കൊണ്ടാണ് ഒരു രാജാവ് സ്വന്തം കാര്യങ്ങളും നടത്തേണ്ടത്, ഒപ്പം അതേപോലെ രാജ്യത്തിന്റെ കാര്യങ്ങളും നടത്തേണ്ടത്. അതുകൊണ്ട് അത് ദാനമല്ല,
അത് കരമാണ്. 15-ാമത്തെ ശ്ലോകം. വൈശ്യഃ തു വാർത്താവൃത്തിഃ ച നിത്യം ബ്രഹ്മകുലാനുഗഃ ശൂദ്രസ്യ ദ്വിജ ശുശ്രൂഷാ വൃത്തിഃ ച സ്വാമിനഃ ഭവേത്. വൈശ്യഃ തു, വൈശ്യനാകട്ടെ, വാർത്താവൃത്തിഃ, അതായത് കൃഷി ചെയ്യുക, വ്യാപാരം ചെയ്യുക, ഇങ്ങനെ ജീവിത വൃത്തി സ്വീകരിക്കുകയും ഒപ്പം എല്ലായ്പ്പോഴും ഈ ബ്രാഹ്മണ കുലത്തിലുള്ളവരെ സേവിക്കണം എന്നാണ് വൈശ്യന്മാർ. അതായത് ഈ പറഞ്ഞതുപോലെ അവരിൽ നിന്ന് വിദ്യ സ്വീകരിച്ചിട്ട് അവർക്ക് ദക്ഷിണ കൊടുത്ത് അവരെയും സംരക്ഷിക്കേണ്ടത് ഈ വൈശ്യനെ പോലെ ഉള്ളവരാണ്. അതുപോലെ തന്നെ ഈ വൈശ്യന്മാർക്കാണ് ക്ഷത്രിയന്മാർക്ക് കരം കൊടുക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാവുന്നത്. അപ്പോൾ കൂടുതലും ഈ വൈശ്യന്മാർ തന്നെയാണ് കരം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാലത്തും ബ്രഹ്മകുല അനുഗഹ, ബ്രാഹ്മണ വംശത്തെ അനുസരിക്കുന്നവനും ആയിരിക്കണം. ഇനി ഒരു ശൂദ്രന്റെ ധർമ്മം എന്നത് ദ്വിജ ശുശ്രൂഷ, അതായത് ഒന്നുകിൽ ഒരു ശിഷ്യന്റെ രൂപത്തിൽ ബ്രാഹ്മണനെ സേവിക്കാം, അല്ലെങ്കിൽ ആ ബ്രാഹ്മണന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവരെ സേവിക്കുകയും എന്നാൽ ഒപ്പം തന്നെ സ്വാമിനഃ വൃത്തിഃ ച ഭവേത്, ആ യജമാനനിൽ നിന്ന് തനിക്കുള്ള ഉപജീവന മാർഗവും ഉണ്ടാക്കണം. അപ്പോൾ ഒരു ശൂദ്രൻ ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ വൈശ്യന്റെയോ ഗൃഹത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ഒരു ഉപജീവന മാർഗം അവന് കൊടുക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ സത്യത്തിൽ ഇന്നത്തെ കാലത്ത് വലിയ പ്രസക്തമല്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ വലിയ വിശദീകരണം തരുന്നില്ല. ഈ 16-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഇനി ഒരു പക്ഷേ ഈ ബ്രാഹ്മണന് അവന്റെ ഉപജീവന മാർഗമായ ഈ വേദാധ്യയനം, യാഗം ചെയ്യുക തുടങ്ങിയവ ചെയ്യാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യണം എന്നാണ്. ആ സമയത്ത് അവർക്ക് ആപദ്ധർമ്മം എന്ന നിലയിൽ വൈശ്യവൃത്തി നടത്താം, അതായത് കൃഷിയോ കച്ചവടമോ ചെയ്യാം. ഈ 20 വരെയുള്ള ശ്ലോകങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് അവർക്ക് അവരുടെ ജീവന വൃത്തി ചെയ്യാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യണം എന്നത്. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനവും ഇല്ല. ഇത് അന്നത്തെ കാലത്തെ ജീവിത സാഹചര്യത്തിൽ യുധിഷ്ഠിരൻ പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ 21-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. അതിൽ 4 വർണ്ണങ്ങളുടെയും പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് പറയുന്നു. നേരത്തെ പൊതുവായ ഒരു മാനവധർമ്മം പറഞ്ഞതുപോലെ തന്നെ അത് തന്നെയാണ് ശരിക്കും ഇവിടെയും പറയുന്നത്. ശമോ ദമഃ തപഃ ശൗചം സന്തോഷഃ ക്ഷാന്തിഃ ആർജവം ജ്ഞാനം ദയ അച്യുതാത്മത്വം സത്യം ച ബ്രഹ്മലക്ഷണം. ഒരു ബ്രാഹ്മണൻ എന്ത് വന്നാലും ഇങ്ങനെ ആയിരിക്കണം. അതായത് ശമഃ, എപ്പോഴും മനസ്സിന് സംയമനമുണ്ടായിരിക്കണം, മനഃശാന്തി. അതിന് ദമഃ, ഇന്ദ്രിയ ജയം ഉണ്ടായിരിക്കണം, എപ്പോഴും തപശുദ്ധി ഉള്ള ആളായിരിക്കണം. ശൗചം, സ്നാനാദികളാൽ ശുദ്ധനായിരിക്കണം. സന്തോഷഃ, യദൃച്ഛയാ കിട്ടുന്ന എന്തിലും സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ സാധിക്കണം. ശാന്തി, ക്ഷമാസ്വഭാവം. ആർജവം, ഋജു സ്വഭാവം, സത്യം മാത്രമേ പറയാവുള്ളൂ, ഉള്ളിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്ന് പറയരുത്. അതുപോലെ ജ്ഞാനം, അറിവ്. ദയ, എല്ലാവരിലും ദീനാനുകമ്പ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അച്യുതാത്മത്വം, ഭഗവാനിൽ മനസ്സുറപ്പിച്ചു വെക്കുക. സത്യം, സത്യമായ വാക്കുകൾ മാത്രം പറയുക എന്നത് ബ്രഹ്മലക്ഷണം, ഒരു ബ്രാഹ്മണന്റെ ലക്ഷണമാകുന്നു. 22-ാമത്തെ ശ്ലോകത്തിൽ ക്ഷത്രിയന്റെ ലക്ഷണം. ശൗര്യം വീര്യം ധൃതിഃ തേജഃ ത്യാഗഃ ആത്മജയഃ ക്ഷമ ബ്രഹ്മണ്യത പ്രസാദഃ ച രക്ഷാ ച ക്ഷത്രലക്ഷണം. ശൗര്യം, എപ്പോഴും ആ യുദ്ധ ഉത്സാഹം വേണം. വീര്യം, പ്രഭാവം. ധൃതി, ധൈര്യം. തേജഃ, പ്രാഗൽഭ്യം. ത്യാഗഃ, ദാനമനോഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം വേണം. അതേസമയം ആത്മജയഃ, മനസ്സിനെ നിയന്ത്രിക്കാനും സാധിക്കണം. ക്ഷത്രിയനും ക്ഷമാശക്തി ആവശ്യമാണ്. അതുപോലെ ബ്രഹ്മണ്യത, ബ്രാഹ്മണരോടുള്ള ഭക്തി. പ്രസാദഃ ച,
എല്ലാം തനിക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ കിട്ടിയതാണ് എന്ന ആ അനുഗ്രഹ ചിന്ത വേണം. രക്ഷാച പ്രജാപാലനം ഇവ ക്ഷത്രലക്ഷണം. ഇതൊക്കെ ഒരു ക്ഷത്രിയന്റെ ലക്ഷണമാണ്. 23 ശ്ലോകം വൈശ്യലക്ഷണം. ദേവ ഗുരു അച്യുതേ ഭക്തി ത്രിവർഗ പരിപോഷണം ആസ്തിക്യം ഉദ്യമഃ നിത്യം നൈപുണ്യം വൈശ്യലക്ഷണം. ദേവ ഗുരു അച്യുതേ ഭക്തി, ദേവന്മാരിലും ഗുരുജനങ്ങളിലും ഭഗവാനിലും ഭക്തി. ത്രിവർഗ പരിപോഷണം, വൈശ്യൻ എപ്പോഴും ആദ്യത്തെ ധർമ്മ അർത്ഥ കാമം എന്ന പുരുഷാർത്ഥത്രയത്തെ പരിപോഷിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതായത് ധാർമ്മികമായിട്ട് അർത്ഥം സമ്പാദിക്കുക, അതിലൂടെ അവനവന്റെ വളരെ പരിമിതമായ കാമങ്ങളെ, ആഗ്രഹങ്ങളെ നിറവേറ്റുക. ഒപ്പം ആസ്തിക്യം, വേദത്തിലും ഈശ്വരനിലും ഉള്ള വിശ്വാസം. നിത്യം ഉദ്യമഃ, നിരന്തരമായ പ്രയത്നശീലം. നൈപുണം, താൻ ചെയ്യുന്ന കർമ്മത്തിൽ, അതായത് വ്യാപാരാദി കർമ്മത്തിലുള്ള നൈപുണ്യം. ഇവ വൈശ്യലക്ഷണം, വൈശ്യന്റെ ലക്ഷണമാകുന്നു. 24 ശ്ലോകം ശൂദ്രലക്ഷണം. ശൂദ്രസ്യ സന്നതിഃ ശൗചം സേവ സ്വാമിനി അമായയ അമന്ത്രയജ്ഞഃ ഹി അസ്തേയം സത്യം ഗോ വിപ്രരക്ഷണം. സന്നതിഃ, നല്ല വിനയമുള്ള സ്വഭാവം. ശൗചം, ശുചിത്വം. സ്വാമിനി അമായയ, തൻ്റെ യജമാനനിൽ കപടതയില്ലാത്ത സേവനം. ഇനി ഈ ശൂദ്രന്മാർക്ക് വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാതെയുള്ള പൂജാകർമ്മം ചെയ്യാം. അതാണ് അമന്ത്രയജ്ഞഃ, വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാതെയുള്ള പൂജാകർമ്മം. അസ്തേയം, കള്ളത്തരം ഇല്ലാതിരിക്കൽ. സത്യം, ഉള്ളത് മാത്രം പറയുക. ഗോ വിപ്രരക്ഷണം, ഗോക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കുക. ഇവ ശൂദ്രസ്യഹി, ശൂദ്രന്റെയും ലക്ഷണമാകുന്നു. ഇനി 5 ശ്ലോകങ്ങളെ കൊണ്ട് സ്ത്രീധർമ്മങ്ങളെ നിർവചിക്കുന്നു. ഇത് പറയുന്നത് അന്നത്തെ കാലത്ത് പുറത്തുപോയി ജോലി ചെയ്യുന്ന പുരുഷന്മാരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സ്ത്രീകളുടെ ദിനചര്യയാണ്. അത് ഇന്നത്തെ കാലവുമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കേണ്ടതില്ല. 25 ശ്ലോകം. സ്ത്രീണാം ച പതിദേവാനാം തത് ശുശ്രൂഷ അനുകൂലത തത് ബന്ധുഷു അനുവൃത്തിഃ ച നിത്യം തത് വ്രതധാരണം. പതിദേവാനാം, ഭർത്താവിനെ ഈശ്വരനായി സങ്കല്പിക്കുന്ന സാധ്വികളായ സ്ത്രീണാം ച, സ്ത്രീകളുടെ ധർമ്മവും ലക്ഷണവും എന്നത് നിത്യം, എല്ലായ്പ്പോഴും, തത് ശുശ്രൂഷ, അവനെ ശുശ്രൂഷിക്കലും, അനുകൂലത, അനുസരിക്കുകയും, തദ്ബന്ധുഷു, അവന്റെ ബന്ധുക്കളിൽ, അനുവൃത്തി, അനുകൂലഭാവത്തോടെ വർത്തിക്കുകയും, തത് വ്രതധാരണം ച, ഭർത്താവ് ചെയ്യുന്ന നിഷ്ഠകളിൽ പങ്കെടുക്കുകയും അത്രേ. അപ്പോൾ ഇതൊക്കെ തിരിച്ചിങ്ങോട്ടും ബഹുമാനം കിട്ടുന്ന വീടുകളിലാണ് എന്നുകൂടെ ഓർക്കണം. 26, 27 ശ്ലോകങ്ങൾ. സമ്മാർജന ഉപലേപാഭ്യാം ഗൃഹം മണ്ഡലവർത്തനൈഃ സ്വയം ച മണ്ഡിതാ നിത്യം പരിമൃഷ്ട പരിച്ഛദ കാമൈഃ ഉച്ച അവചൈഃ സാധ്വീ പ്രശ്രയേണ ദമേന ച വാക്യൈഃ സത്യൈഃ പ്രിയൈഃ പ്രേംണാ കാലേ കാലേ ഭജേത് പതിം. നിത്യം, പതിവായിട്ട്, സമ്മാർജനം, വീട് അടിച്ച് തളിച്ച് മെഴുകി വൃത്തിയാക്കുക. ഒപ്പം തന്നെ ഗൃഹത്തെ വൃത്തിയാക്കുന്നത് പോലെ അവനവനും എപ്പോഴും ഒരുങ്ങി നിൽക്കണം എന്നാണ്. മണ്ഡലവർത്തനൈഃ സ്വയം ച മണ്ഡിത, വാൽക്കണ്ണാടി നോക്കി കുറിക്കൂട്ട് ചമയങ്ങളാൽ തന്നെയും അലങ്കരിച്ച്. കാരണം ഗൃഹത്തിന്റെ ലക്ഷ്മിയാണ് സ്ത്രീ. അതുകൊണ്ട് ഗൃഹത്തിൽ തന്നെ ഇരിക്കുന്ന സ്ത്രീകളായാലും വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് കുളിച്ച് ഒരുങ്ങി വീട്ടിലിരിക്കണം എന്നാണ് പറയുന്നത്. പരിമൃഷ്ട പരിച്ഛദ, ഗൃഹോപകരണങ്ങളൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ച്. ഉച്ച അവജൈഹി, ഭർത്താവിന്റെ ചെറുതും വലുതുമായ കാമൈഹി, ആഗ്രഹപൂർത്തികളാലും. പ്രശ്രയേണ ദമേന ച, താഴ്മയോടും ഒതുക്കത്തോടും.
സത്യൈഹി പ്രിയൈഹി വാക്യൈഹി നേരും ചൊവ്വുമുള്ള പ്രിയങ്കരങ്ങളായ വചനങ്ങളാലും സാധ്വി പതിവ്രതയായ അവൾ പ്രേംണ സ്നേഹത്തോടെ കാലേ കാലേ പതിം ഭജേത് അതാത് സന്ദർഭത്തിൽ ഭർത്താവിനെ ശുശ്രൂഷിക്കണം. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, പതിതനായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ജീവിത നിഷ്ഠകളിൽ നിന്ന് പതിതനായ അലസനായി നടക്കുന്ന, കുടുംബത്തെ കാര്യമായി നോക്കാത്ത, ഇതുപോലെ അടിയും വഴക്കുമൊക്കെ ആയി നടക്കുന്നവരെ നോക്കണം എന്ന് നിർബന്ധമില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് 28ാമത്തെ ശ്ലോകത്തിൽ സന്തുഷ്ടാലോലുപ ദക്ഷാ ധർമ്മജ്ഞ പ്രിയ സത്യവാക് അപ്രമത്ത ശുചിഹി സ്നിഗ്ധ പതിം തു അപതിതം ഭജേത്. സന്തുഷ്ട കിട്ടിയതിൽ സംതൃപ്തയായും, അലോലുപ കിട്ടാത്തതിൽ ആശയില്ലാത്തവളായും, ദക്ഷ അലസത കൈവിട്ടവളായും, ധർമ്മജ്ഞ കർത്തവ്യബോധമുള്ളവളായും, പ്രിയ സത്യവാക് പ്രിയവും സത്യവുമായ ഭാഷണത്തോടു കൂടിയവളായും, ശുചിഹി ശുചിത്വമുള്ളവളായും, സ്നിഗ്ധ സ്നേഹവതിയായും വർത്തിച്ചുകൊണ്ട് എങ്ങനെയുള്ള ഭർത്താവിനെ അപതിതം പതിതനല്ലാത്ത, ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിൽ താളം തെറ്റിയ അലസനായ ഒരു ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതില്ല. അതാണ് അപതിതം. പാതക ദൂഷിതനാവാത്ത പതിം തു ഭജേത് ഭർത്താവിനെ ശുശ്രൂഷിക്കേണ്ടതാണ്. അതായത് ശ്രേഷ്ഠനായ ഭർത്താവിനെയാണ് ഇതുപോലെയൊക്കെ ശുശ്രൂഷിക്കേണ്ടത് എന്ന് അർത്ഥം. 29ാമത്തെ ശ്ലോകം യാ പതിം ഹരിഭാവേന ഭജേത് ശ്രീഹി ഇവ തത്പര ഹരി ആത്മന ഹരേഹ ലോകേ പത്യാ ശ്രീഹി ഇവ മോദത്തെ. യാതൊരുവൾ പതിം ഭർത്താവിനെ ലക്ഷ്മീദേവി എങ്ങനെയാണോ ഹരിയെ നോക്കുന്നത് അതുപോലെ, ശ്രീ ഇവ തത്പര എപ്പോഴും ഭർത്താവിനോട് കൂടെ ചേർന്നിരുന്ന് ഭർത്തൃനിഷ്ഠയോടുകൂടിയിരുന്ന് ഹരിഭാവേന ഞാൻ സാക്ഷാൽ ശ്രീഹരിയെ തന്നെയാണ് സേവിക്കുന്നത് എന്ന ഭാവത്തോടെ ഭജേത് അങ്ങനെ സേവ ചെയ്യണം. അങ്ങനെ ചെയ്താൽ, ഇത് നിഷ്കാമമായി ചെയ്യാൻ ആർക്കെങ്കിലും സാധിച്ചാൽ, അങ്ങനെ സാധിച്ചാൽ അവൾ ഹരിയാത്മന വിഷ്ണു സാരൂപ്യം പ്രാപിച്ച ഭർത്താവോട് ചേർന്ന് ഹരേഹ ലോകേ ലോകത്തിൽ, ഹരിയുടെ ലോകത്തിൽ, ശ്രീ ഇവ ലക്ഷ്മീദേവിയെ പോലെ മോദതേ ആനന്ദം കൊള്ളുന്നു എന്ന് വെച്ചാൽ ആ ഭർത്താവിനും ഹരിയുടെ ഗുണഗണങ്ങൾ ഉണ്ടാവണം എന്നർത്ഥം. ഇനി 30ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സങ്കരജാതികൾ, അതായത് ബ്രാഹ്മണർക്ക് ക്ഷത്രിയരിൽ ജനിക്കുക, ക്ഷത്രിയർക്ക് ബ്രാഹ്മണരിൽ ജനിക്കുക, അല്ലെങ്കിൽ വൈശ്യർക്ക് ക്ഷത്രിയരിൽ ജനിക്കുക, ഇങ്ങനെ സങ്കരജാതികളാണ് പിന്നീട് ഈ നെയ്ത്തുകാരൻ, പാമ്പാട്ടി, വേടൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. അപ്പോൾ അവരുടെ ആ കുടുംബ വേല, അതായത് കുലത്തൊഴിലാണ് പിന്നീട് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇതൊന്നും അത്ര വലിയ പ്രാധാന്യമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇത് ഓരോ കാലത്തെയും ധർമ്മത്തിനനുസരിച്ചുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. 31ാമത്തെ ശ്ലോകം പ്രായഃ സ്വഭാവ വിഹിതഃ നൃണാം ധർമ്മോ യുഗേ യുഗേ വേദദൃഗ്ഭിഃ സുതോ രാജൻ പ്രേത്യ ച ഇഹ ച ശർമ്മകൃത്. വേദദൃഗ്ഭിഃ വേദവാക്യങ്ങളിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച മഹാമുനിമാരാൽ യുഗേ യുഗേ ഓരോ യുഗത്തിലും പ്രായഃ മിക്കവാറും നൃണാം മനുഷ്യരുടെ സ്വഭാവവിഹിത പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് വ്യവസ്ഥ ചെയ്യപ്പെട്ട ഈ ധർമ്മ കർമ്മപദ്ധതി അതിൻ്റെ ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചാൽ ഇഹ ഈ ലോകത്തിലും പ്രേത്യഃ ച മരിച്ചു കഴിഞ്ഞും അവർക്ക് ശർമ്മകൃത് സുഖകരമായിട്ട് സ്മൃതഃ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ഈ ബ്രാഹ്മണ ശൂദ്ര ക്ഷത്രിയ വിഭാഗങ്ങളൊക്കെ അവനവന്റെ ഗുണങ്ങൾക്കനുസരിച്ചാണ് എന്ന് മുൻപ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാത്തത്. അപ്പോൾ നമ്മുടെ പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് നമ്മൾ ആ വൃത്തി ഭംഗിയായി ചെയ്താൽ ആ ഒരു കർമ്മം കൊണ്ട് തന്നെ നമുക്ക് ശ്രേയസ് ലഭിക്കുന്നതാണ്. നമ്മുടെ ജീവിത വൃത്തി വളരെ വൃത്തിയായിട്ട് ആത്മാർത്ഥതയോടെ ചെയ്താൽ എങ്ങനെയാണ് അത് നമ്മെ
ത്രിഗുണാതീതരാക്കുന്നത് എന്ന് പറയുകയാണ് 33-34 ശ്ലോകങ്ങൾ. ഉപ്യമാനം മുഹുഹു ക്ഷേത്രം സ്വയം നിർവീര്യതാം ഇയാത് ന കൽപ്പതേ പുനഃ സൂത്യൈഹി ഉപ്തം ബീജം ച നശ്യതി. ഏവം കാമാശയം ചിത്തം കാമാനാം അതിസേവയാ വിരജ്യേത യഥാ രാജൻ അഗ്നിവത് കാമബിന്ദുഭിഹി. മുഹുഹു ഉപ്യമാനം, തുടരെ വിത്തിറക്കുന്ന ഒരു ക്ഷേത്രം, വയൽ. പിന്നെ പിന്നെ സ്വയം നിർവീര്യതാം, അതിൽ പിന്നെ വീര്യം കെട്ട നിലയിലേക്ക്, എപ്പോഴും ഒരേ സ്ഥലത്ത് വിത്തിറക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ഷമത, ഈ വിത്ത് മുളപ്പിക്കാനുള്ള ക്ഷമത ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഇയാത് എത്തിച്ചേരും. പിന്നെ പുനഃ സൂത്യൈന കൽപ്പതേ, അവിടെ പിന്നെ വീണ്ടും വിളയെടുക്കാൻ പറ്റുന്നതല്ല. മാത്രമല്ല ഇവിടെ ഉപ്തം, വിതയ്ക്കപ്പെട്ട ബീജം ച, വിത്തുകൂടിയും നശ്യതി, ഇല്ലാതെയാകുന്നു. ഇതുപോലെയാണ് കാമാശയം ചിത്തം, ആശകൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്, യഥാ കാമാനാം അതിസേവയാ, കാമഭോഗങ്ങളുടെ കൂടുതലുള്ള ഉപയോഗത്താൽ വിരജ്യേത, വിരക്തമാകുന്നു. എന്തും ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വിരക്തി വരും. അതുകൊണ്ട് കാമബിന്ദുഭിഹി, പിന്നെ ഈ കാമഭോഗങ്ങളുടെ ഒരു സ്വൽപ്പ അംശങ്ങൾ പോലും അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. അഗ്നിയിൽ തുള്ളി തുള്ളിയായി നെയ്യ് വീഴ്ത്തുമ്പോഴാണ് അത് ആളിക്കത്തുന്നത്. പകരം ഒന്നിച്ച് കുറെ മുക്കി ഒഴിച്ചാൽ തീ അണഞ്ഞു പോകും. ഇതുപോലെ കാമ ഉപഭോഗങ്ങളുടെ അതിപ്രസരം കാമ്യകർമ്മ പരിത്യാഗത്തിനും വൈരാഗ്യത്തിനും പിന്നീട് ജ്ഞാനോദയത്തിനും അത് നമ്മെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വിരക്തി സ്വാഭാവികമായി വന്നു ചേരണം എന്ന് പറയുന്നത്. അതുവരെ നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി എപ്പോഴും പറയുന്ന കാര്യം ഇവിടെ അടിവരയിട്ട് പറഞ്ഞിട്ടാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത്. അതായത് നമ്മളൊക്കെ ഓരോ വർണ്ണത്തിൽ പെടുന്നത് അച്ഛനോ അമ്മയോ ആ വർണ്ണത്തിൽപ്പെട്ടവരായതുകൊണ്ടല്ല, നമ്മുടെ ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ജാതിക്ക് അതിൽ പ്രാമുഖ്യമില്ല എന്നും വ്യക്തമാക്കുന്നു. 35-ാമത്തെ ശ്ലോകം. യസ്യ യത് ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജകം യത് അന്യത്രാപി ദൃശ്യേത തത് തേനയേവ വിനിർദിശേത്. യസ്യ പുംസഃ, യാതൊരു മനുഷ്യന്റെ വർണ്ണ അഭിവ്യഞ്ജകം, വർണ്ണത്തെ അഭിവ്യഞ്ജിപ്പിക്കുവാൻ ഉതകുന്ന യത് ലക്ഷണം, യാതൊരു ലക്ഷണം പ്രോക്തം നിർവചിക്കപ്പെട്ടുവോ, തത് അത്, അന്യത്രാപി ഇപ്പോൾ നമ്മൾ മറ്റൊരു വർണ്ണത്തിലാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ, അതായത് നമ്മൾ ഒരാളെ ജാതിപരമായിട്ട് തിരിച്ചിട്ട് അയാൾ ക്ഷത്രിയനാണ് എന്ന് പറഞ്ഞാലും ഒരു പക്ഷെ അയാൾക്ക് വളരെ ശാന്ത സ്വഭാവമായിരിക്കാം, ക്ഷത്രിയന്റെ ആ ഒരു ഊർജമൊന്നും ഉണ്ടാവില്ല. എന്നാൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ടാകും. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ദൃശ്യേത യത് തേനയേവ, അങ്ങനെ കണ്ടാൽ അവനെ ആ വർണ്ണത്തിൽപ്പെട്ടവരുടെ ലക്ഷണം ഉള്ളതുകൊണ്ട് അവനെ ആ വർണ്ണത്തിൽപ്പെട്ടവനെന്ന് വിനിർദിശേത്, നിർദ്ദേശിച്ചു കൊള്ളണം. ബ്രാഹ്മണന്റെ ശമദമാദി ഗുണങ്ങളും അധ്യയനം ചെയ്യുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക തുടങ്ങിയ കർമ്മങ്ങളും ബ്രാഹ്മണരല്ലാത്തവരിൽ, നമ്മുടെ കണ്ണിലെ ബ്രാഹ്മണരല്ലാത്തവരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ ബ്രാഹ്മണ വർണ്ണത്തിൽ ഉള്ളവരാണ് എന്നാണ്. ഇതേപോലെ തന്നെ ക്ഷത്രിയന്മാരുടെയും വൈശ്യന്മാരുടെയും ഒക്കെ ഈ സ്വഭാവങ്ങളെ അവരുടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് നമ്മൾ കണക്കാക്കേണ്ടതാണ്. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം സപ്തമസ്കന്ധേ യുധിഷ്ഠിര നാരദ സംവാദേ സദാചാര നിർണയോ നാമ 11 അധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ
ഹരേ കൃഷ്ണ കൃഷ്ണ